കണ്ണൂരിലെ ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിലെ പ്രതി ഡോക്ടർ എം കെ റാമും പോലീസും തമ്മിൽ ഗൂഢാലോചന നടന്നുവെന്ന് ഹൈക്കോടതി. സർക്കാരിനും സംസ്ഥാന പോലീസിനും അതിരൂക്ഷ വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സംസ്ഥാനത്ത് ഭരണ സംവിധാനം സമ്പൂർണ്ണ പരാജയമാണ്. സ്വാധീനമുള്ളവർക്കായി പോലീസ് വഴിവിട്ട സഹായം ചെയ്യുന്നുവെന്നും കോടതി വിമർശിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്തതിലൂടെ റാമിന് രക്ഷപ്പെടാൻ പോലീസ് വഴിയൊരുക്കിയെന്നും ഹൈക്കോടതി വിമർശിച്ചു. സംസ്ഥാനത്തെ ഭരണ സംവിധാനം സമ്പൂർണ്ണ പരാജയമാണ്. പോലീസ് ഒന്നും ചെയ്യുന്നില്ല. ഡോക്ടർ എം കെ റാം കീഴടങ്ങാൻ പോലീസ് കാത്തിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും റാമും തമ്മിൽ ഗൂഢാലോചന നടന്നു. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പോലീസ് എന്തിനാണ് സംസ്ഥാനത്ത്? പാവപ്പെട്ടവരെ ഉപദ്രവിക്കും. സ്വാധീനമുള്ളവരെ പോലീസ് രക്ഷിക്കും. പ്രതി നൽകിയ പണത്തിന് ആഹാരവും കഴിച്ചു നടക്കുകയാണ് പോലീസ്. ഒടുവിൽ പ്രതിക്ക് രക്ഷപ്പെടാനായി നടപടിക്രമങ്ങൾ പാലിക്കാതെ പേരിനൊരു അറസ്റ്റും നടത്തിയെന്നായിരുന്നു ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. എം കെ റാമിനെ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്തതിൽ ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി. ഡിവൈഎസ്പിക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് ചോദിച്ച കോടതി ഗൂഢാലോചനയിൽ അന്വേഷണം നടത്തണമെന്നും അല്ലാത്ത പക്ഷം ഹൈക്കോടതി നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി രേഖകൾ ഹാജരാക്കാൻ സെഷൻസ് കോടതിക്ക് നിർദ്ദേശവും നൽകി. സർക്കാരും വെള്ളിയാഴ്ചയ്ക്കകം വിശദീകരണം നൽകണം. സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നായിരുന്നു നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ ആക്ഷേപം. തുടർന്ന് ഹൈക്കോടതി നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി. ജനം, കൊച്ചി.